അപ്പോൾ ഈ കാണുന്ന ബൂട്ട് സ്പേസ് നമുക്ക് ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത് BLDC മോട്ടറാണ്, ഈക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഫുൾ ചാർജിൽ ഏകദേശം ജനുവരി 1-ാം തീയതി മുതൽ ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും. പ്രൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഹോണ്ട ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത 2 സ്കൂട്ടേഴ്സ് ഉണ്ട്. അതായത് ഹോണ്ടയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. ഈ ഒരു വണ്ടിയുടെ പേരെന്ന് പറയുന്നത് QC1 എന്നാണ്. അതായത് ഇത് ബേസ് വേരിയൻ്റ് ആണ്. ഇനിയൊന്നുള്ളത് ആക്ടിവ E എന്ന് പറയുന്ന ഒരു മോഡലും കൂടിയുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്ക് QC1ൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതൊരു ചെറിയ വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്. ഇതിന് മുമ്പ് ഹോണ്ട ബെൻലി E എന്ന് പറഞ്ഞിട്ടൊരു സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു വണ്ടിയായിരുന്നു. അപ്പം ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള QC1, ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓവറോൾ ഒരു മോഡേൺ ആയിട്ടുള്ള എസ്തെറ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. LED യൂണിറ്റ്സ് ആണ്, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ടെയിൽ ലൈറ്റും വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫുട് ബോർഡാണ്. പിന്നെ ഇതിൽ വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു 5 ഇഞ്ച് LCD സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 റൈഡിംഗ് മോഡാണുള്ളത്, ഈക്കോ അതുപോലെ സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്ക് ഈക്കോ മോഡിൽ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്ററാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് മോഡൽ 50 കിലോമീറ്ററാണ്. ഇതിൻ്റെ ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് 80 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ്. 1.5 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചാർജിങ് ടൈം എന്ന് പറയുന്നത് 0 to 80% ചാർജ് ആകാനായിട്ട് 4 മണിക്കൂറും 30 മിനിറ്റുമാണ് വേണ്ടത്. 0 to 100 ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 6 മണിക്കൂറും 50 മിനിറ്റുമാണ് ഹോണ്ട പറയുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 80.5 കിലോഗ്രാം ഭാരമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒട്ടും എഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്ററാണുള്ളത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ഹൈ ബീം, ലോ ബീം. പിന്നെ നമുക്ക് മീറ്റർ കൺസോളിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 സ്വിച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ്, ഈക്കോ, റൈഡിംഗ് മോഡ്സ് മാറ്റാനുള്ളത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള കീ ആണ്. അപ്പോൾ നമുക്ക് സ്മാർട്ട് കീ ഇതിനകത്ത് വന്നിട്ടില്ല. ആക്ടിവ E എന്ന് പറഞ്ഞ ആ ഒരു സ്കൂട്ടറിലാണ് സ്മാർട്ട് കീ വന്നിരിക്കുന്നത്. പിന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സെറ്റപ്പിലുള്ള ഒരു കീ നമ്മുടെ നോർമൽ ആക്ടിവയിലോ പെട്രോൾ സ്കൂട്ടറിലുള്ള പോലത്തെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ലിറ്റർ സ്പേസ് ഉള്ള ഒരു ചെറിയ ഗ്ലൗ ബോക്സും ഉണ്ട്. USB-C ടൈപ്പ് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 763 mm ആണ്. വളരെ ലോ സീറ്റ് ഹൈറ്റാണ്. എനിക്ക് വളരെ ഈസി ആയിട്ട് എത്തുന്നുണ്ട് കാല്. അതുപോലെ കംഫർട്ടബിളാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫുട് ബോർഡാണ്. പിന്നെ ഇതിൻ്റെ ഫുട് റെസ്റ്റൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഫുട് റെസ്റ്റാണ്. അപ്പോൾ ഈ കാണുന്ന ബൂട്ട് സ്പേസ് നമുക്ക് ഒരു ചെറിയൊരു ഹെൽമെറ്റ് വയ്ക്കാം, മറ്റ് സാധനങ്ങളും കീപ്പ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിലാണ്. 26 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ പോർഷൻ LED ടെയിൽ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഒരു റൗണ്ട് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ LED യൂണിറ്റ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് BLDC മോട്ടറാണ്, ഹബ് മോട്ടറാണ് വന്നിരിക്കുന്നത്. അതുപോലെ വീൽസ് വന്നിരിക്കുന്നത് MRFൻ്റെ സാപ്പറാണ്, നൈലോഗേപ്പ് സാപ്പറാണ്. അത് 90/90 ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വന്നിരിക്കുന്നത്. നമുക്ക് അലോയ്സ് വരുന്നുണ്ട് വീൽസ്. അതുപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ സസ്പെൻഷൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ് ഈ ഒരു സസ്പെൻഷൻ വരുന്നത്. ഇനി നമുക്ക് LCD സ്ക്രീനിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, വളരെ വലിയ വലിപ്പമുള്ള ഒരു ഫോണ്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ ഉണ്ട്, അതുപോലെ ഓഡോമീറ്റർ ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇവിടെ നമുക്ക് കാണാം. അതുപോലെ ഏത് മോഡാണ് കിടക്കുന്നതെന്നുള്ളത്, ഈക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്. ബാറ്ററി റേഞ്ചിങ് കാണാം, 98% ആണ് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ചാർജിൽ ഏകദേശം 80 കിലോമീറ്ററാണ് ഇവർ ആവറേജ് ഒരു ബാറ്ററി റേഞ്ച് പറയുന്നത്. അപ്പം സ്വിച്ച് ക്വാളിറ്റിയൊക്കെ നോർമൽ ആക്റ്റീവയിലുള്ള പോലെ തന്നെ ക്വാളിറ്റിയാണ്. ഇത് മീറ്റർ കൺസോളിലെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ട്രിപ്പ് മീറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം നല്ല ക്ലാരിറ്റിയുള്ള ഒരു LCD സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബൂട്ട് സ്പേസ് 1/2 ലിറ്റർ ഉണ്ട്. ഇവിടെ C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ചെറിയൊരു ഹോൾഡറുണ്ട്. ഇത് ഫിസിക്കലായിട്ടുള്ളൊരു കീ ആണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് CBS ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. 130 സെക്ഷനാണ് ഡ്രം. പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം ഏകദേശം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും. എങ്കിലും ഏകദേശം അണ്ടർ 1 lakh റേഞ്ചിലാകാനാണ് സാധ്യത എന്നാണ് ഹോണ്ട ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജനുവരി 1-ാം തീയതി മുതൽ ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും. ഫെബ്രുവരി 25 ഇതിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഹോണ്ട
നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ചെറിയ വാക്ക് അറൗണ്ട് റിവ്യൂ. വളരെ സീറ്റൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതും ലോങ് ആയിട്ടുള്ള സീറ്റാണ്. റൈഡറിനാണെങ്കിലും പില്ലിനാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആകുന്ന തരത്തിലുള്ള ഒരു മീഡിയം ഹാർഡായിട്ടുള്ള ഒരു സീറ്റാണ്. വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. അതൊരു പ്ലസ് പോയിൻ്റാണ്. ഓവറോൾ ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. 5ഓളം കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഹോണ്ടയുടെ ഈ ഒരു QZ1 എന്ന് പറയുന്ന ഈ ഒരു വേരിയൻസിൽ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ രംഗിതം പോലെ ചെയ്തേക്കുക. അപ്പുറത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.